हरि ओम हरि ओम हरि ओम हरि ओम नमस्कार। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। ओम नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलगं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. 3-ാം അധ്യായം 13-ാം ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത്. തുടർന്ന് കാണണം. നമുക്ക് 8-ാം ശ്ലോകം മുതൽക്ക് ചൊല്ലാം. 8 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാം തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച നിയതം കുരു കർമ്മ ത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര.
സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമദുഃഖ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. യജ്ഞം അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ബന്ധന കാരണമാകുന്നു. അതുകൊണ്ട് അർജുന, നീ കർമ്മബലത്തിൽ സംഘമില്ലാത്തവനായിക്കൊണ്ട് മുക്തസംഗനായി യജ്ഞാർത്ഥമായി കർമ്മത്തെ ചെയ്യൂ. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യരിൽ സംസ്കാരമുള്ളവർക്ക്, വിവേകമുള്ളവർക്ക്, വിചാരശീലന്മാരായിട്ടുള്ളവർക്ക് വേണ്ടി ഈശ്വരൻ ഈ യജ്ഞസംസ്കാരത്തെ ഉപദേശിച്ചു. ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ, ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടകാമധേനുവായി ഭവിക്കട്ടെ എന്ന് ആ സൃഷ്ടികർത്താവ് മനുഷ്യരോട് ഉപദേശിച്ചു. പോരാത്തതിന് നിങ്ങൾ ഈ യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കുവിൻ, ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുമ്പോൾ ആ സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടങ്ങളായ ഭോഗങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു. അങ്ങനെ അവർ നൽകുന്നതിൽ നിന്ന് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പങ്ക് കൊടുക്കാതെ ആരാണോ സ്വയം ഏകനായി അനുഭവിക്കുന്നത്, സ്വാർത്ഥനായി അനുഭവിക്കുന്നത്, അവൻ കള്ളനാകുന്നു. സ്തേന ഏവ സഹ. എന്നാൽ ആരാണോ കൊടുക്കേണ്ട കടങ്ങളെല്ലാം വീട്ടി ജീവിതം ഒരു യജ്ഞമാക്കിക്കൊണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ശിഷ്ടം അശിച്ചുകൊണ്ട് കഴിയുന്നത് അവൻ സജ്ജനമാകുന്നു. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ. അവർ സർവപാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു. കാരണം ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ പാപം വന്നു ചേരും. ആ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് അതിൻ്റെ പങ്കുകൾ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുന്നത്. ദേവന്മാർക്ക്, പിതൃക്കൾക്ക്, ഋഷിമാർക്ക്, ഭൂതങ്ങൾക്ക്, ചുറ്റുപാടുള്ള മനുഷ്യന്മാർക്ക് ഒക്കെ കൊടുക്കേണ്ട പങ്കിട്ട് കൊടുത്തു കഴിയുമ്പോൾ ചെയ്ത പാപം ഇല്ലാതെയാവുന്നു. അവർ കിൽബിഷങ്ങളിൽ നിന്ന് മുക്തരായിത്തീരുന്നു. എന്നാൽ ഏ പചന്തി ആത്മകാരണാത്, ആരാണോ അവനവന് വേണ്ടി മാത്രം പാകം ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സമ്പാദ്യം അവനവന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്, തേതു പാപാഹ, അവർ മഹാപാപികളാകുന്നു. അവരാകട്ടെ അഘം ഭുഞ്ചതേ, അവർ ചെയ്ത പാപത്തെ തന്നെ ഭുജിക്കുന്നു. അവർ ചെയ്ത പാപത്തിൻ്റെ എല്ലാ ഫലവും അവർ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞു മാറുകയില്ല. കാരണം അവർ ഒറ്റയ്ക്കാണ് അനുഭവിക്കുന്നത്. അവരവർക്ക് വേണ്ടി മാത്രമാണ് അവരുടെ എല്ലാ പ്രവൃത്തികളും. എന്ത് സമ്പാദ്യങ്ങളും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർക്ക് എല്ലാ ദുരിതങ്ങളും വന്നു ചേരുന്നു. കാരണം അവർ ചെയ്ത പാപങ്ങളൊക്കെ അവർ അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭുഞ്ചതേ തേതു അഘം പാപാഹ
യേ പചന്തി ആത്മകാരണാത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കൂട്ടരാവണം? ഈ 13-ാം ശ്ലോകത്തിൽ പറഞ്ഞ ആദ്യത്തെ കൂട്ടരാവണോ രണ്ടാമത്തെ കൂട്ടരാവണോ? സന്തഹ എന്നും പറഞ്ഞു, പാപാഹ എന്നും പറഞ്ഞു. ആദ്യത്തെ വരിയിൽ സന്തഹ എന്ന് പറഞ്ഞു. ആരാണ് സന്തഹ? യജ്ഞശിഷ്ട അശിനഹ സന്തഹ. നിങ്ങൾക്ക് ആ കൂട്ടത്തിലും കൂടാം. എന്നാൽ ആത്മകാരണാത് പചന്തി, ആരാണോ ഏ പചന്തി ആത്മകാരണാത് തേ പാപാഹ, അവർ പാപികളാകുന്നു, മഹാപാപികളാകുന്നു. അവർക്ക് അവരുടെ പാപം ഭുജിക്കാം, പാപഫലമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാം. എല്ലാ ക്ലേശങ്ങളും അവർക്ക് വന്നു ചേരും. അവർ വിചാരിക്കും എനിക്കൊന്നും വരില്ല എന്ന്, എനിക്ക് കയ്യൂക്കുണ്ട്, എനിക്ക് സാമർഥ്യമുണ്ട്, ഞാൻ സ്മാർട്ടാണ്, ഞാൻ വിചാരിച്ചാൽ എന്തിനും പ്രതിവിധി കാണാൻ കഴിയും എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അവരുടെ തലയിൽ ഇടിത്തീ പോലെയുള്ളതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുക. അവർക്കൊരിക്കലും തടയാൻ സാധിക്കില്ല. നിസ്സഹായരായി അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോ എത്ര കേമനായാലും ശരി. ഹിരണ്യകശിപുക്കളെ പോലെയുള്ള നമ്മുടെ ഇന്നത്തെ വലിയ വലിയ നേതാക്കളായിക്കോട്ടെ, അവർ വിചാരിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യൂക്ക് കൊണ്ട്, ഞങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന ധനം കൊണ്ട്, ഞങ്ങൾക്കുള്ള ജനസമ്മതി കൊണ്ട്, ഞങ്ങളുടെ ഭൃത്യന്മാരെ കൊണ്ട് ഒക്കെ ഞങ്ങൾക്ക് പലതിനും പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ അവരുടെ നല്ല കാലം, അവരുടെ മുമ്പെപ്പോഴോ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സുഖം അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. ആ നല്ല കാലം അങ്ങോട്ട് കഴിയുന്ന മാത്രയിൽ എല്ലാം കൂടി ഒന്നിച്ചു വരും. അതും പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓരോരുത്തർ അനുഭവിക്കുന്നത്, മക്കൾ ജയിലിലും എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള എന്താ പറയുക അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടും ഇരിക്കപ്പൊറുതിയില്ലാതെ സ്വൈരമില്ലാതെ സമ്പാദിച്ചതൊന്നും അനുഭവിക്കാൻ നിവൃത്തിയില്ലാതെ ജയിലിലെ ഗോതമ്പുണ്ടയും കഴിച്ചുകൊണ്ട് കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ എത്ര പേരാണ്, എത്ര കേമന്മാരാണ്. ഞങ്ങളെ ഒന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നവർ, ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പലതും ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ വിചാരിച്ചാണ് അവരിതൊക്കെ ചെയ്തത്. ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല, ഞങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ട്, അതിന് ധൈര്യമുള്ളവരാരാണെച്ചാൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കേന്ദ്ര ഏജൻസികളെ വരെ വെല്ലുവിളിക്കുകയാണ്. ED ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, അല്ലെങ്കിൽ CBI ആകട്ടെ, അല്ലെങ്കിൽ കസ്റ്റംസ് ആകട്ടെ, ആരൊക്കെ എന്തൊക്കെ കേസുകൾ എടുത്താലും അവരെയൊക്കെ ഞങ്ങൾ അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് നേരിടും എന്നൊക്കെ വെല്ലുവിളിക്കുന്ന കൂട്ടരാണ്. അവർക്കൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ, വരിയായിട്ട് ഇനി കിടക്കുന്നു, അനുഭവിക്കാൻ കിടക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ ആ നല്ല കാലം ഒന്ന് കഴിയട്ടെ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ ഇനി എണ്ണിക്കൊണ്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ എത്ര കേമന്മാരായിട്ടും കാര്യമൊന്നുമില്ല, എത്ര എന്താ പറയുക ഭൗതികവാദികളായിട്ടും കാര്യമില്ല, എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. സ്വാർത്ഥരാണോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് നഷ്ടം വന്നാലും സാരമില്ല എന്ന് കരുതിക്കൊണ്ട് എത്രയോ ആളുകളുടെ ജീവിതം കൊണ്ട് പന്താടിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ തീർച്ചയായിട്ടും അവരുടെ ജീവിതം നരകയാതനകളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് യജ്ഞശിഷ്ടാശികളായ സജ്ജനങ്ങളാകാം, എന്നിട്ട് സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തരായി സ്വസ്ഥരായി സുഖമായി കഴിയാം, ശ്രേയസ്സിനെ പ്രാപിക്കാം. അല്ലെങ്കിലോ അവനവന് വേണ്ടി മാത്രം സ്വന്തം ദേഹം പോഷിപ്പിക്കുവാനായിക്കൊണ്ടും ആ ദേഹത്തോട് ബന്ധപ്പെട്ട അതിനെ സുഖിപ്പിക്കുന്നതായിട്ടുള്ള ബന്ധുജനങ്ങളെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ടും പാപങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പാപഫലം പിന്നീട് അനുഭവിക്കാം. ദുഃഖ കയത്തിൽ മുങ്ങിപ്പൊങ്ങാം. ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്ന രണ്ട് വഴികൾ, രണ്ട് തരം ആൾക്കാരെ ഇവിടെ 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കാണിച്ചു തന്നു. നമ്മുടെ പൂർവികർക്കൊക്കെ ഈ കാര്യത്തിൽ നല്ല വിശ്വാസവും ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സജ്ജനങ്ങളുടെ മാർഗം തിരഞ്ഞെടുത്തു. ഇന്നത്തെ തലമുറകൾ ഇതൊന്നും അറിയാത്തത് കൊണ്ട്
അവർ രണ്ടാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭുഞ്ചതേ തേതു അഘം പാപാഹ ഏ പചന്തി ആത്മകാരണാത് എന്നുള്ള ആ രണ്ടാമത്തെ മാർഗമാണ് അവർക്ക് സുഖകരമായി തോന്നുന്നത്. അവരത് തിരഞ്ഞെടുക്കുന്നു, അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 14-ാം ശ്ലോകത്തിലേക്ക്. ഇതഃ ച അധികൃതേന കർമ്മ കർത്തവ്യം ജഗച്ചക്ര പ്രവൃത്തി ഹേതു ഹി കർമ്മ കഥം ഇത്യുച്യത്തെ. ഇതഃ ച, ഇതഃ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടും എന്നാണ്, ഈ കാരണം കൊണ്ടും. ഇതഃ ബിക്കോസ് ഓഫ് ദിസ് എന്ന് അർത്ഥം. ഈ കാരണം കൊണ്ടും അധികൃതേന കർമ്മ കർത്തവ്യം. അധികൃതേന എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുവാൻ അധികാരിയായിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ അജ്ഞാനിയായിട്ടുള്ള ഒരാൾ, സംസാരിയായിട്ടുള്ള ഒരാൾ, വാസനകളുള്ളതായിട്ടുള്ള ഒരാൾ, കർമ്മത്തിന് അധികാരിയായിട്ടുള്ള ഒരാൾ, സന്യാസത്തിന് അധികാരി ആയിട്ടില്ലാത്ത ആൾ, ജ്ഞാനമാർഗത്തിന് യോഗ്യനായിട്ടില്ല, കർമ്മമാർഗത്തിലാണ് അയാൾക്ക് യോഗ്യത എങ്കിൽ അങ്ങനെയുള്ള അധികൃതേന കർമ്മ കർത്തവ്യം. അവൻ്റെ കർമ്മങ്ങൾ അവൻ ചെയ്യേണ്ടതാണ്. അവൻ്റെ നിയതമായിട്ടുള്ള കർമ്മം അവൻ ചെയ്യണം. എന്താ കാരണം? ജഗച്ചക്ര പ്രവൃത്തി ഹേതുഹു ഹി കർമ്മ. കർമ്മ, ഈ കർമ്മമാകുന്നു ജഗച്ചക്ര പ്രവൃത്തി ഹേതുഹു, ഈ ജഗത്താകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നതിന് കാരണം. ഈ ജഗത്തൊരു ചക്രമാണ്, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, അത് കറങ്ങിക്കൊണ്ടേയിരിക്കണം. ഈ സിസ്റ്റം, ഈ ഇക്കോ സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഈ പ്രപഞ്ച ചക്രം അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണമെങ്കിൽ അതിന് കർമ്മമാണ് ഹേതു. ജഗച്ചക്ര പ്രവൃത്തി ഹേതുഹു ഹി കർമ്മ. കഥം, എങ്ങനെയാണ് കർമ്മമാണ് ഇതിനെ കറക്കുന്നത് എന്ന് പറയുന്നത്? ഇത്യുച്യതേ എന്ന് പറയുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചം കർമ്മമില്ലെങ്കിൽ നിശ്ചലമാകും. അതാണ് അതിൻ്റെ തത്വം, അല്ലേ? കർമ്മം എന്ന് പറഞ്ഞാൽ സ്വദ്ദേശ്യകരമായിട്ടുള്ള ചലനങ്ങളാണ് കർമ്മം. പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി മനുഷ്യർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയാണ് ആ കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടേണ്ടത്. സത്കർമ്മങ്ങൾ, അതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അതിന് വിപരീതമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഇവിടെ ദുഷ്ടന്മാർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, ദുഷ്കർമ്മങ്ങൾ, അത് വേഗം ഈ ചക്രത്തെ കേടുവരുത്തി നശിപ്പിച്ച് കറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേടുവരുത്തിക്കോളും. ഒന്നും ചെയ്യാതിരുന്നാലും ഈ ചക്രം നിലച്ചു പോകും. അപ്പോൾ അകർമ്മം, വികർമ്മം, കർമ്മം. അകർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത അവസ്ഥ, അതും ഈ ചക്രത്തെ, ജഗച്ചക്രത്തെ നിശ്ചലമാക്കും. വികർമ്മം എന്ന് പറഞ്ഞാൽ വിപരീത കർമ്മം, അതും ഈ ചക്രത്തെ നശിപ്പിക്കും. എന്നാൽ കർമ്മം, അതാണ് പ്രോപ്പർ കർമ്മം. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നിയതമായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ ഈ ജഗച്ചക്രം അത് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള റോള് അറിഞ്ഞ് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യണം. ആ ജഗച്ചക്രത്തെക്കുറിച്ച് ഒരു 3 ശ്ലോകങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ തുടർച്ചയായിട്ടുള്ളൊരു ആശയമാണ്. എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷനാണ് 3-ാമത്തെ ശ്ലോകത്തിൽ. നമുക്ക് വേണമെങ്കിൽ മൂന്നും കൂടി ഒന്നിച്ച് ചൊല്ലിയിട്ട് പിന്നെ ഭാഷ്യം നോക്കാം. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഘായുരിന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. ഈ 3 ശ്ലോകങ്ങളും കൂടി ഒരു തുടർച്ചയായിട്ടുള്ള ആശയമാണ്.
ഒന്നിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മൂന്നും കൂടി ഒന്നിച്ച് ചൊല്ലിയത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സജീവതി. അപ്പോൾ എന്തുകൊണ്ട് ഓരോരുത്തരും അധികാരികളായിട്ടുള്ളവർ അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യണം എന്ന് പറയണ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞ കർമ്മ സമുദ്ഭവഃ. ഇത് ആദ്യത്തെ ശ്ലോകം. ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകം. അപ്പം ഇത് ആദ്യം നോക്കാം. അന്നാദ് ഭവന്തി ഭൂതാനി. ഭൂതാനി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ. ഭവിച്ചതെല്ലാം ഭൂതം, ഉണ്ടാകുന്നതെല്ലാം ഭൂതം. അപ്പൊ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാകുന്നു. അപ്പൊ ഭൂതങ്ങളാണ് ഇവിടെ ലേറ്റസ്റ്റ്. ആ ഭൂതങ്ങൾ ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്ന്. അപ്പൊ ഭൂതങ്ങളുടെ കാരണം, അതിന്റെ മുന്നോടിയായിട്ട് വേണ്ടത് അന്നം. അന്നം ഉണ്ടെങ്കിലേ ഭൂതങ്ങളുള്ളൂ, അല്ലേ? നമ്മളൊക്കെ അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാകുമ്പോൾ ആ അമ്മയുടെ ഗർഭത്തിലുള്ള അന്നം കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഗർഭത്തിൽ ആദ്യം വളർന്നത്. 10 മാസം നമ്മൾ വളർന്നത് അമ്മയുടെ ഗർഭത്തിലുള്ള അന്നം കൊണ്ടാണ്. അമ്മ കഴിച്ച അന്നം കൊണ്ടാണ് നമ്മൾ വളർന്നത്. അമ്മ അന്നം കഴിച്ചില്ലെങ്കിൽ വിവരം അറിയാമായിരുന്നു. അതുപോലെയാണ് സർവ്വ ജീവജാലങ്ങളുടെയും അതിൻ്റെ ബീജാവസ്ഥയിൽ പോലും എന്ത് വേണം? അത് ബീജത്തിൽ നിന്ന് അത് വളരാൻ തുടങ്ങണമെങ്കിൽ, അതിൻ്റെ ഗർഭാവസ്ഥയിൽ വളരണമെങ്കിൽ എന്ത് വേണം? അതിന് അന്നം വേണം. ആ വളരാനുള്ള പോഷകം വേണം. പുറത്തു വന്നാൽ പിന്നെ പറയേണ്ട കാര്യവും ഇല്ല. വിത്ത് മുളച്ച് പുറത്തു വന്നാലും, മുട്ട പൊട്ടി ജീവജാലങ്ങൾ പുറത്തു വന്നാലും, അമ്മമാരുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നാലും എല്ലാറ്റിനും അന്നം ഇല്ലാതെ ജീവിക്കാൻ ആവില്ല. അപ്പോൾ ഭൂതങ്ങളൊക്കെ ഉണ്ടാകുന്നതും അന്നത്തിൽ നിന്നാണ്, നിലനിൽക്കുന്നതും അന്നത്താലാണ്. അന്നാദ് ഭവന്തി ഭൂതാനി. പിന്നീട് അത് സ്വയം മറ്റുള്ളവർക്ക് അന്നമായി തീരും. ഈ ഭൂതങ്ങളുടെ ശരീരങ്ങളൊക്കെ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അന്നമായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ശരീരം മൊത്തത്തിൽ വല്ലവർക്കും അന്നമായി തീരും. ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ അന്നമായി തീരുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, നമ്മളതിനെ നിരീക്ഷിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആർക്കൊക്കെയോ അന്നമായി കൊണ്ടിരിക്കുന്നുണ്ട്. അത് സൂക്ഷ്മ ജന്തുക്കൾക്കാണ് നമ്മൾ അന്നമായി കൊണ്ടിരിക്കുന്നത്. നമ്മൾ സിംഹവും മാനും എന്താ പറയുക, പുലിയൊന്നും പിടിച്ചു തിന്നില്ലെങ്കിലും വേറെ പലരും നമ്മളെ ഇഞ്ചിഞ്ചായി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭവിക്കുന്നതും അന്നത്തിൽ നിന്ന്, നിലനിൽക്കുന്നതും അന്നത്താൽ, പിന്നീട് അന്നത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഈ ശരീരമാകുന്ന ഭൂതം ഭവിച്ചത്. അപ്പോൾ അന്നമില്ലെങ്കിൽ ഭൂതം ഇല്ല, സൃഷ്ടിജാലങ്ങൾ ഇല്ല. അന്നാദ് ഭവന്തി ഭൂതാനി. ഇനി അന്നം എവിടുന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയണ. പർജന്യാത് അന്നസംഭവ. അന്നം സംഭവിക്കണമെങ്കിൽ അന്നത്തിൻ്റെ സംഭവം, അന്നത്തിൻ്റെ ഉത്ഭവം അത് പർജന്യാത്. പർജന്യം എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ മഴയിൽ നിന്നാണ് എന്ന് വെച്ചാൽ ജലാംശം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അന്നം സംഭവിക്കുകയില്ല. സസ്യജാലങ്ങളൊക്കെ വളരുന്നത്
ജലം ഉള്ളത് കൊണ്ടാണ്, ജലാംശമുള്ളത് കൊണ്ടാണ്, അത് മഴ കൊണ്ടാണ്. നിരന്തരം മഴ പെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും പെയ്തുകൊണ്ടിരിക്കണം. ആ മഴയിൽ നിന്നാണ്, ആ ജലത്തിൽ നിന്നാണ് സസ്യജാലങ്ങൾ വലുതാവുന്നത്. ആ സസ്യജാലങ്ങളാണ് പ്രകൃതിയിലെ ഏക അന്നദാതാക്കൾ. എല്ലാവർക്കും വേണ്ട അന്നം പാചകം ചെയ്യുന്നത് സസ്യജാലങ്ങളാണ്. പച്ചപ്പുള്ള സസ്യങ്ങൾ, ഹരിത സസ്യങ്ങൾ, അവരെ ഉപജീവിക്കുന്നവരാണ് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും. അന്നമുണ്ടാക്കാൻ സസ്യങ്ങൾക്ക് മാത്രമേ കഴിവുള്ളൂ. പ്രകൃതിയിലെ ഒരേ ഒരു അടുക്കള അത് സസ്യജാലങ്ങളാണ്, അവയുടെ ഇലകളാണ്. ഇലകളിലാണ് അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ. എന്നിട്ടത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക്, സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് നേരിട്ട് പ്രയോജനമുള്ളത് വെച്ചാൽ നമ്മൾ അതൊക്കെ എടുത്ത് ഭക്ഷിക്കുന്നു. അത് തന്നെയാണ് അന്നം. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അന്നമുണ്ടാക്കുന്നത് സസ്യജാലങ്ങളാണ്. ആ സസ്യജാലങ്ങളാകട്ടെ മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. പർജന്യാത് അന്നസംഭവ, മഴയിൽ നിന്ന് അന്നം ഉത്ഭവിക്കുന്നു. ഇനി മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? യജ്ഞാത് ഭവതി പർജന്യഃ, യജ്ഞാത് ഭവതി പർജന്യഃ, യജ്ഞം ചെയ്യുമ്പോഴാണ് മഴയുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് നമ്മൾ വൈദികങ്ങളായിട്ടുള്ള പല യജ്ഞങ്ങളും ചെയ്യുന്നത്. ആ വൈദികങ്ങളായ ദേവയജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പ്രകൃതി നമ്മളോട് സന്തോഷിച്ച്, ആ ദേവതകളൊക്കെ പ്രസാദിച്ച് വേണ്ടതായിട്ടുള്ള മഴ കാലാകാലങ്ങളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മഴ കിട്ടണോ, യജ്ഞം ചെയ്യണം. ഈ യജ്ഞം എന്നുള്ളത് കൊണ്ട് ആ ദേവയജ്ഞം മാത്രമല്ല, മറ്റുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ മറ്റ് യജ്ഞങ്ങളും, പിതൃയജ്ഞമാവട്ടെ, അല്ലെങ്കിൽ അതിഥി യജ്ഞമാകട്ടെ, അല്ലെങ്കിൽ ഭൂതയജ്ഞമാകട്ടെ, ആ യജ്ഞങ്ങൾക്കും അതിലൊരു ചെറിയ പങ്കുകളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം ദേവയജ്ഞമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദേവയജ്ഞങ്ങളാണ് മഴയ്ക്ക് കാരണമാകുന്നത്. കാരണം മഴയുടെ നിയന്ത്രണം ഈ ദേവന്മാരിൽ ആണ്, ദേവതകളിലാണ്, ഇന്ദ്രാദി ദേവന്മാരിലാണ്. അപ്പോൾ അവർ പ്രസാദിക്കണം നമുക്ക് മഴ കിട്ടാനായിക്കൊണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള യജ്ഞഭാഗം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് മഴയുണ്ടാവുക. നമ്മൾ ഈശ്വരീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ, യാഗങ്ങളും യജ്ഞങ്ങളും പൂജാദികളും ചെയ്യാതിരുന്നാൽ പ്രകൃതി അതിനനുസരിച്ച് പ്രതികരിക്കും, മഴയില്ലാതെയാവും. അപ്പോൾ ഇവിടെ യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത് എന്നാണ്. യജ്ഞാത് ഭവതി പർജന്യഃ, യജ്ഞഃ കർമ്മസമുദ്ഭവഃ. യജ്ഞമാകട്ടെ അത് കർമ്മത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കർമ്മമാകുന്ന പ്രഭവ കേന്ദ്രമാണ് യജ്ഞത്തിന്. കർമ്മത്തിൽ നിന്നാണ് യജ്ഞമുണ്ടാകുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ നല്ല സൽക്കർമ്മങ്ങൾ തന്നെയാണ് യജ്ഞം. അപ്പോൾ കർമ്മം തന്നെയാണ് യജ്ഞമായി ഭവിക്കുന്നത്. കർമ്മസമുദ്ഭവ, മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് ഇവിടുത്തെ യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ യജ്ഞ കർമ്മസമുദ്ഭവ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ ഈ കർമ്മമാകട്ടെ, കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി. ബ്രഹ്മോത്ഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മശബ്ദത്തിന് വേദം എന്നാണ് അർത്ഥം. ഈ സ്ഥാനത്ത് ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥം. ബ്രഹ്മോത്ഭവം എന്ന് പറഞ്ഞാൽ വേദോത്ഭവം. കർമ്മ വേദങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വേദങ്ങളിൽ പറയുന്നതാണ് കർമ്മങ്ങൾ എന്ന് വെച്ചാലോ, കർമ്മങ്ങൾ നമ്മൾ കർമ്മം എന്ന് പറയണമെങ്കിൽ തന്നെ അത് ശാസ്ത്രീയമായിരിക്കണം. നമ്മൾക്ക് തോന്നിയത് എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ കർമ്മം എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ വികർമ്മമോ അകർമ്മമോ ആയിരിക്കാം. അപ്പോൾ യഥാർത്ഥ കർമ്മമാകണമെങ്കിൽ ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം.
അപ്പോൾ ശാസ്ത്രങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്, വേദങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ കർമ്മ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, കർമ്മം വേദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, വേദമാകുന്ന ഉത്ഭവത്തോടു കൂടിയതാണെന്ന് വിദ്ധി എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലും. ബ്രഹ്മ അക്ഷരസമുദ്ഭവം, ഇവിടെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദം, ഈ വേദം അക്ഷരസമുദ്ഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞാൽ ആ ഈ എന്നുള്ള വർണ്ണങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെയോ നാശരഹിതമായ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് എന്നർത്ഥം. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ കാരണമായ ഈശ്വരനിൽ നിന്ന് എന്നാണ് അർത്ഥം. അക്ഷരശബ്ദത്തിനിവിടെ പ്രപഞ്ച കാരണമായ ഈശ്വരൻ എന്നർത്ഥം. അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന്, വേദമുണ്ടാകുന്നത് ഈശ്വരനിൽ നിന്നാണ്. വേദം ഈശ്വരൻ ലോകത്തിന് നൽകിയിട്ടുള്ള അറിവാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അത് ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതിന് വേദമന്ത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട്. പുരാണങ്ങളും വേദങ്ങളും ഒക്കെ പറയണു ഈശ്വരനിൽ നിന്നാണ് വേദം ഉണ്ടായത്. അതാണ് ഇവിടെ ബ്രഹ്മ അക്ഷര സമുദ്ഭവം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വേദമാവില്ല. വേദമാവണമെങ്കിൽ അത് ഈശ്വരനിൽ നിന്നുള്ള വാക്കുകൾ ആവണം എന്നർത്ഥം. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോ ഈ ബ്രഹ്മം, ഈ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള ഈ വേദം എല്ലായിടത്തും ഈ ഇവിടെ സർവഗതം ബ്രഹ്മ, ഈ ബ്രഹ്മം, ഈ അക്ഷരബ്രഹ്മം സർവവ്യാപിയാണെങ്കിലും അത് യജ്ഞത്തിലൂടെയാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, നിത്യവും യജ്ഞത്തിലാണ് നിലകൊള്ളുന്നത്. സർവവ്യാപിയായ ബ്രഹ്മം യജ്ഞത്തിലൂടെ പ്രകടമായിരിക്കുന്നു, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന്. തുടർന്ന് ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുഃ ഇന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. ഏവം ഇപ്രകാരം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞു. ഒന്നിൻ്റെ കാരണം ഒന്ന്, ഒന്നിൻ്റെ കാരണം ഒന്ന്, ഇന്നതിന്നതിൽ നിന്ന് സമുത്ഭവിച്ചു എന്ന ക്രമത്തിൽ അതിൻ്റെ മൂലത്തിലേക്ക് ചെന്നു. ഏവം ഇപ്രകാരം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ചക്രത്തെ, ഈ ഒരു വ്യവസ്ഥയെ ന അനുവർത്തയതി ഇഹ യഹ, ന അനുവർത്തയതി ഇഹ യഹ, നാനുവർത്തയതീഹ യഹ. അപ്പൊ യഹ ഏതൊരുവനാണോ ഇഹ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ന അനുവർത്തയതി, അതിനെ അനുവർത്തിക്കാതിരിക്കുന്നത്, ഈ ചക്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നത്, ഈ ചക്രത്തെ അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നമ്മളും പ്രവർത്തിക്കണം. ആ ചക്രത്തിന്റെ ഗതിക്ക് അനുസരിച്ച് അനുകൂലമായി നമ്മളും പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലോ യഹ ന അനുവർത്തയതി എന്നാ പറഞ്ഞത്. ആരാണോ ഇതിനെ അനുവർത്തിക്കാതിരിക്കുന്നത് അഘായുഹു ഇന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. അഘായുഹു, അഘായുഹു അവൻ പാപം തന്നെ ആയുസ്സായിട്ടുള്ളവൻ. അഘം പാപമാണ്. അപ്പൊ അവന്റെ പാപമാണ് അവനെ നിലനിർത്തുന്നത്. എന്ന് വെച്ചാൽ അവൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കാനുണ്ട്. ആ ദുരിതങ്ങൾ, പ്രാരബ്ധങ്ങളൊക്കെ അനുഭവിച്ചിട്ടേ അവൻ പോകുള്ളൂ. അഘായുവാണ് അല്ലേ? ചില ആൾക്കാര് 90 95 വയസ്സായിട്ടും ഒന്നിനും കൊള്ളാതെ, ശരീരമൊന്നും അനക്കാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല, കിടന്ന കിടപ്പില് ബെഡിൽ കിടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ട് എവിടേക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. ബെഡ് സോറും അവിടെ ഇവിടെയൊക്കെ പഴുത്തും ഒലിച്ചും മറ്റുള്ളവർക്ക് ഭാരമായിക്കൊണ്ടും ഒക്കെ കിടപ്പുണ്ട് പലരും. എന്തുകൊണ്ട്? പാപം തീരണ്ടേ. അഘായുഹു, ഇതുവരയ്ക്ക് ജീവിച്ചതിൻ്റെ ഫലമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയത്. ഇതുവരയ്ക്ക്
മര്യാദയ്ക്കുള്ള ജീവിതം നയിക്കാത്തതിൻ്റെ ഫലമായി, സ്വാർത്ഥമായിട്ടുള്ള ജീവിതം നയിച്ചതിൻ്റെ ഫലമായി, ഈശ്വര നിയമങ്ങളെ നിന്ദിച്ചുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട്, ചിലപ്പോൾ ഈ ജന്മത്തിലാവാം, ചിലപ്പോൾ പൂർവ്വജന്മത്തിലും ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ജന്മത്തിൽ പാപത്തിൻ്റെ ബലമായിട്ടുള്ള ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പ്രാരബ്ധങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവൻ കിടക്കുന്നു. അവൻ്റെ ആയുസ് പാപം കൊണ്ടുള്ളതാണ്. ആയുസ് പാപം അനുഭവിക്കുവാനുള്ള ആയുസ്. അതാണ് അവനെ അഗായുഹു എന്ന് പറഞ്ഞു. പാപായുഹു ഇന്ദ്രിയാരാമഹ, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ദ്രിയാരാമഹ, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനായിരിക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ വിഷയലമ്പടനായി സുഖലോലുപനായി അവൻ ജീവിച്ചു. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം മോഘം പാർത്ഥ സജീവതി. ഹേ പാർത്ഥ, അർജുന, സഹ മോഘം ജീവതി, അവൻ വ്യർത്ഥമായിട്ട് ജീവിക്കുന്നു. മോഘം എന്ന് പറഞ്ഞാൽ വ്യർത്ഥം, പ്രയോജനരഹിതം, ആർക്കും പ്രയോജനമില്ലാത്തതാണ് അവൻ്റെ ജീവിതം. അമോഘം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠം എന്നർത്ഥമാണ്. വ്യർത്ഥമാവാത്തത് അമോഘം, മോഘം വ്യർത്ഥം. അപ്പൊ വ്യർത്ഥം പാർത്ഥ സജീവതി, അവൻ ജീവിച്ചിരിക്കുന്നത് വെറുതെയാണ്. അവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ആർക്കും ഒരു പ്രയോജനമില്ലാതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ്റെ ജീവിതവും അവൻ സ്വയം നരകമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെയും നരകമാക്കിക്കൊണ്ടുള്ള ഒരു ഭാരം മാത്രമാണ്. വെറുതെയാണ് അവൻ ജീവിക്കുന്നത്. പാഴാണ് അവൻ്റെ ജന്മം. പാഴ് ജന്മങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിലാണ് മോഘം പാർത്ഥ സജീവതി. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയെ മനസ്സിലാക്കാതെ, ഈശ്വര നിയമങ്ങളെ മനസ്സിലാക്കാതെ, ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ഈ വ്യവസ്ഥകളെ മനസ്സിലാക്കാതെ, ഇങ്ങനെയാണ് ഈ പ്രപഞ്ചചക്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് താനും തൻ്റെ കർമ്മം യജ്ഞമാക്കി സമർപ്പിക്കണം എന്നറിയാതെ, ഈ ഒരു കറങ്ങുന്ന ചക്രത്തിന് അനുകൂലമായി പ്രവർത്തിക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുകയോ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവന്റെ ജന്മം പാഴാണ്. മോഘം പാർത്ഥ സജീവതി, അവൻ പാപായുവാണ്, അഘായുവാണ്. ഇന്ദ്രിയാരാമഹ, ഇന്ദ്രിയ വിഷയങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ജന്തു, അല്ലേ? പന്നിക്കൂട്ടങ്ങളെ പോലെ അർത്ഥമില്ലാതെ ജീവിക്കുന്നു, ആർക്കും പ്രയോജനമില്ലാതെ ജീവിക്കുന്നു. മോഘം പാർത്ഥസ ജീവതി. അപ്പോൾ ഇങ്ങനെ 3 ശ്ലോകങ്ങളായിട്ട് തുടർച്ചയായിട്ടൊരാശയം കിടക്കുകയാണ്. ഒരു ചക്രത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ് ഇവിടെ. ഈ ചക്രത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്തവ്യ കർമ്മം ചെയ്യണം. ഈ ചക്രത്തിലേക്കുള്ള ഇന്ധനം നമ്മൾ കൊടുക്കണം. നമ്മുടെ കർമ്മം തന്നെയാണ് ഈ ചക്രത്തെ കറക്കുന്ന ഇന്ധനം, എനർജി. അതിനൊരു തള്ള്, കറങ്ങുന്ന ചക്രത്തിന് നമ്മൾ ഒരു തള്ള് വെച്ചു കൊടുത്താൽ അതിൻ്റെ ആ മൊമെൻറ്റം നിലനിന്നുകൊണ്ടിരിക്കും, അല്ലേ? ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തള്ളാൻ ആരും ഇല്ലെങ്കിൽ, അതിനെ മുമ്പോട്ട് അതിന് മൊമെൻറ്റം കൊടുക്കാനായിക്കൊണ്ട് ഒരു വ്യവസ്ഥയും ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ കറക്കം സ്ലോ ആകും, പിന്നെ പതുക്കെ നിന്നു പോകും. അപ്പോൾ ഒരു ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് മാനുവലായിട്ട് കറങ്ങുന്ന ചക്രമാണെങ്കിൽ നമ്മൾ കറക്കി കൊടുക്കേണ്ടതുണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, എനർജി കൊടുത്തുകൊണ്ടിരിക്കണം. ആ മെക്കാനിക്കൽ കൈനറ്റിക് എനർജി കൊടുക്കണം അതിലേക്ക്. അത് ഇലക്ട്രിക്കൽ എനർജി ആവാം, അല്ലെങ്കിൽ ഫ്യൂവൽ ഏതെങ്കിലും കൊടുത്തിട്ടുള്ള എനർജി ആവാം. എന്തായാലും ആ എനർജി കൊടുക്കുമ്പോൾ മാത്രമേ അത് കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കറക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് നിശ്ചലമായി പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം ഈ ചക്രം കറക്കാൻ ആവട്ടെ. ഈ പ്രപഞ്ച ചക്രത്തെ കറക്കാൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മളും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തവരുടെ ജന്മം പാഴാണ് എന്ന് പറയണം ഇവിടെ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ
കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സജീവതി. നമുക്ക് ഇതിന്റെ ഭാഷ്യം നോക്കാം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവഃ. അപ്പോൾ അന്നാദ് ഭുക്താദ് ലോഹിതരേതഃ പരിണതാദ് പ്രത്യക്ഷം ഭവന്തി ജായന്തേ ഭൂതാനി. പർജന്യാദ് വൃഷ്ടേഃ അന്നസ്യ സംഭവഃ അന്നസംഭവഃ. യജ്ഞാദ് ഭവതി പർജന്യഃ അഗ്നൗ പ്രാസ്താഹുതി സമ്യക് ആദിത്യമുപതിഷ്ഠത്തെ ആദിത്യാ ജായതേ വൃഷ്ടിഃ വൃഷ്ടേരന്നം തതഃ പ്രജാഃ ഇതി സ്മൃതേഃ. യജ്ഞഃ അപൂർവം സ ച യജ്ഞഃ കർമ്മസമുദ്ഭവഃ ഋത്വിഗ്യജമാനയോഃ ച വ്യാപാരഃ കർമ്മ തതഃ സമുദ്ഭവോ യസ്യ യജ്ഞസ്യ അപൂർവസ്യ സ യജ്ഞഃ കർമ്മസമുദ്ഭവഃ. അപ്പോൾ അന്നാദ് ഏതന്നാദ്? ഭുക്താദ്. ഭുക്താദ് എന്ന് പറഞ്ഞാൽ ഭുജിച്ചതായ അന്നത്തിൽ നിന്ന്. എന്നിട്ട് ആ അന്നം എന്തായിത്തീരുന്നു? ലോഹിത രേതഃ പരിണതാത്. ലോഹിതം എന്ന് പറഞ്ഞാൽ രക്തം, രേതഃ എന്ന് പറഞ്ഞാൽ ശുക്ലം. അപ്പോൾ ധാതുക്കളായി പരിണമിക്കുന്നു, സപ്തധാതുക്കളായി പരിണമിക്കുന്നു നമ്മൾ ഭക്ഷിക്കുന്ന അന്നം. അപ്പൊ ഭുക്താദ് അന്നാദ് ലോഹിതരേതഃ പരിണതാത്, രക്തവും ബീജവുമൊക്കെ ആയി പരിണമിച്ചതായിട്ടുള്ള അന്നത്തിൽ നിന്ന് എന്ത് ഭവന്തി എന്ന് പറഞ്ഞാൽ ജായന്തേ എന്ന് പറഞ്ഞു. എന്താ? പ്രത്യക്ഷമായി ഭവിക്കുന്നു. ആര്? ഭൂതാനി, ജീവജാലങ്ങൾ പ്രത്യക്ഷീഭവിക്കുന്നു. നമ്മൾ കഴിച്ച അന്നം അത് രക്തവും ശുക്ലവുമൊക്കെയായി പരിണമിച്ച് അതിൽ നിന്നാണ് ഭൂതങ്ങൾ പ്രത്യക്ഷമാകുന്നത്, ജീവജാലങ്ങൾ ഉൽപ്പന്നമാകുന്നത്. പർജന്യാത് വൃഷ്ടേഹേ. പർജന്യം വൃഷ്ടിയാണ്. അപ്പോൾ വൃഷ്ടേഹേ എന്ന് പറഞ്ഞാൽ പർജന്യത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ വൃഷ്ടിയിൽ നിന്ന്, ഷഷ്ടിയാണ് അല്ല പഞ്ചമിയാണ്. വൃഷ്ടിയിൽ നിന്ന് അന്നസ്യ സംഭവഃ അന്നസംഭവഃ. അന്നത്തിന്റെ സംഭവം, അന്നത്തിന്റെ ഉത്ഭവം, അത് തന്നെയാണ് അന്നസംഭവം എന്ന് പറഞ്ഞത്. അപ്പൊ മഴയിൽ നിന്നാണ്, വൃഷ്ടിയിൽ നിന്നാണ് അന്നത്തിന്റെ ഉത്ഭവം. ഇനി യജ്ഞാത് ഭവതി പർജന്യഃ. യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്, വൃഷ്ടിയുണ്ടാകുന്നത്. പർജന്യഃ. അതിന് മനുസ്മൃതിയിലെ ഒരു ശ്ലോകം കോട്ട് ചെയ്യുന്നു ഇവിടെ ആചാര്യ ഭഗവത്പാദര്. അഗ്നൗ പ്രാസ്താഹുതി സമ്യക് ആദിത്യമുപതിഷ്ഠത്തെ ആദിത്യാജായതേ വൃഷ്ടിർവൃഷ്ടേരന്നം തതഃ പ്രജാഃ ഇതി സ്മൃതേഃ. ഇതി സ്മൃതേഃ. ഇങ്ങനെ സ്മൃതിയിൽ നിന്നും നമുക്കറിയാം. ഇങ്ങനെ സ്മൃതിയുള്ളത് കൊണ്ട് മനസ്സിലാക്കുക. എന്താണ് സ്മൃതി പറഞ്ഞത്? മനുസ്മൃതി പറഞ്ഞത് അഗ്നൗ പ്രാസ്താഹുതി സമ്യക് ആദിത്യമുപതിഷ്ഠത്തെ. നമ്മള് അഗ്നിയിൽ പ്രാസ്തം പ്രകർഷേണ അസ്തം വിക്ഷേപിച്ചത്, അഗ്നിയിലേക്ക് ഹോമിച്ചത് എന്നർത്ഥമാണ്. എന്ത്? ആഹുതി. ഏത് ദ്രവ്യമാണോ ആഹുതിയായിട്ട് അഗ്നിയിൽ സമർപ്പിച്ചത്, സമ്യക് ആദിത്യം ഉപതിഷ്ഠതേ, അത് നന്നായിട്ട് ആദിത്യനിലേക്ക് ചെല്ലുന്നു. അഗ്നിയിൽ സമർപ്പിച്ചത് ആദിത്യന്റെ കിരണങ്ങളെ കൊണ്ട് വലിച്ചെടുക്കുന്നു. അഗ്നി ആദിത്യന് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എന്താ പറയാ, സമ്യക് ആദിത്യം ഉപതിഷ്ഠത്തെ ആദിത്യാത് ജായതേ വൃഷ്ടിഃ. അങ്ങനെ ആ ആദിത്യനിൽ നിന്നാണ് വൃഷ്ടി ഉണ്ടാകുന്നത്. ജായതേ വൃഷ്ടിഃ. അപ്പൊ ആദിത്യന്റെ പ്രവൃത്തി കൊണ്ടാണ്, ആദിത്യൻ തന്നെയാണ് വർഷത്തെ ചെയ്യുന്നത്. ആദിത്യാ ജായതേ വൃഷ്ടിഃ വൃഷ്ടേഹേ അന്നം. ആ വൃഷ്ടിയിൽ നിന്നാണ്, മഴയിൽ നിന്നാണ് അന്നം ഉൽപ്പന്നമാകുന്നത്. തതഃ പ്രജാഃ. അതിൽ നിന്ന് പ്രജകൾ ജന്തുക്കളെല്ലാം, പ്രകർഷേണ ജനിക്കുന്നവരൊക്കെ പ്രജകൾ.
അങ്ങനെ പ്രജാഹ ഇതി സ്മൃതേഹേ, ഇങ്ങനെ സ്മൃതിയും പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതിയുടെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ശ്ലോകമാണ്. അഗ്നൗ പ്രാസ്താഹുതി സമ്യക് ആദിത്യം ഉപതിഷ്ഠത്തെ ആദിത്യ ജായതേ വൃഷ്ടി വൃഷ്ടേരന്നം തതഃ പ്രജാഹ ഇതി സ്മൃതേഹേ. അപ്പോൾ അതൊരു കൊട്ടേഷൻ കൊണ്ടുവന്നാണ്. യജ്ഞാത് ഭവതി പർജന്യഃ എന്നുള്ളിടത്ത്. യജ്ഞഃ അപൂർവം സച യജ്ഞഃ. യജ്ഞം എന്ന് പറഞ്ഞാൽ അപൂർവം എന്നും പറയും. വൈദികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അപൂർവം എന്നുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഫലമുള്ളതായിട്ടുള്ള കർമ്മം എന്നാണ് അപൂർവ ശബ്ദത്തിന് അർത്ഥം. യജ്ഞം എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, എന്താ പറയുക, പാഴാക്കി കളയുന്നതല്ല. അതിൽ ഫലമുണ്ട്, സഫലമാകുന്നതാണ്. മുമ്പില്ലാത്തൊരു അനുഭവം അവിടെ ഉണ്ടാകും. പൂർവം ഇല്ലാത്തതിനാണല്ലോ അപൂർവം എന്ന് പറയുക. അപ്പോൾ പൂർവം ഇല്ലാത്ത എന്തോ ഒന്ന് ഉൽപ്പന്നമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത, നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത, പൂർവമില്ലാത്തതായിട്ടുള്ള ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ നമ്മൾ ആ ദേവതകൾക്ക് യജ്ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ആ അപൂർവമായ വസ്തു ഉത്ഭവിക്കുന്നു. അപ്പോൾ യജ്ഞങ്ങളെല്ലാം അപൂർവങ്ങളാണ്, അഥവാ ഫലമുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യജ്ഞങ്ങൾ ഫലമുള്ളതാണ്, യജ്ഞങ്ങൾ വെറുതെയല്ല. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാറുണ്ട്, എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. എല്ലാ കർമ്മത്തിനും ഫലം ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്, പ്രതിപ്രവർത്തനം ഉണ്ട്. അത് കായികം, വാചികം, മാനസം, ഈ കർമ്മങ്ങൾക്കൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളും കൂടിയാണ് യജ്ഞം എന്ന് പറയുമ്പോൾ. കായികം എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ അനേക ദ്രവ്യങ്ങൾ കൂടി അതിൽ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദ്രവ്യങ്ങളോടുകൂടിയതായിട്ടുള്ള ദ്രവ്യയജ്ഞങ്ങൾ, അതുപോലെ ശരീരം കൊണ്ട് നമ്മൾ അതിൽ പങ്കാളികളാവുന്നു, മനസ്സുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അറിവും ചിന്തയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു, വാക്കുകളെ കൊണ്ട് അതിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ ഇതൊക്കെ കർമ്മങ്ങളാണ്. കായികം, വാചികം, മാനസം, കർമ്മങ്ങൾ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ കർമ്മമായതുകൊണ്ട് ഈ കർമ്മത്തിനൊക്കെ ഫലവും ഉണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ, സങ്കല്പം കർമ്മമാണ്, അതിനൊക്കെ ഫലം ഉണ്ടാകും. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വായ കൊണ്ട്, വാഗിന്ദ്രിയം കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ കർമ്മമാണ്, അതുകൊണ്ട് അതിനും ഫലമുണ്ട്. കായികമായി ചെയ്യുന്ന എല്ലാറ്റിനും ഫലമുണ്ട്. അപ്പോൾ കായികമായി ചെയ്യുന്നതിന് മാത്രമല്ല ഫലം, വാചികവും മാനസവുമായിട്ടുള്ള കർമ്മങ്ങൾക്കും ഫലമുണ്ട്. പ്രാർത്ഥനകളൊക്കെ അങ്ങനെയുള്ള കർമ്മങ്ങളാണ്, വാചികവും മാനസവുമായിട്ടുള്ള കർമ്മമാണ്. തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട്, അതും കർമ്മമാണ്. കർമ്മമായതുകൊണ്ട് ഫലമുണ്ട് എന്നർത്ഥം. അപ്പോൾ അപൂർവം എന്നുള്ള ശബ്ദം ഇവിടെ പ്രയോഗിച്ചു. യജ്ഞഃ അപൂർവം സച യജ്ഞഃ. ആ യജ്ഞം, അപൂർവമായ യജ്ഞം, ഫലമുള്ളതായിട്ടുള്ള യജ്ഞം, കർമ്മസമുദ്ഭവഃ. അത് കർമ്മത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടുന്ന്? ആരുടെ കർമ്മത്തിൽ നിന്ന്? ഋത്വിക് യജമാനയോഹോ ച വ്യാപാരഃ കർമ്മ. എന്താണ് കർമ്മം? ഋത്വിക്കുകളുടെയും യജമാനന്മാരുടെയും, എന്നുവെച്ചാൽ ഒരു യാഗത്തിന് യജമാനൻ വേണം, ഋത്വിക്കുകൾ വേണം. ഋത്വിക്ക് പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരും യജമാനനും കൂടി ചെയ്യുന്ന വ്യാപാരമാണ് കർമ്മ. ഈ യാഗങ്ങൾ നടത്തുമ്പോൾ അതിനൊരു യജമാനനുണ്ടായിരിക്കും, അല്ലേ? അതിന് ഈ കർമ്മം ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ, ആരാണോ അതിലേക്ക് വേണ്ട സാമ്പത്തിക ദ്രവ്യങ്ങൾ എല്ലാം സമാഹരിച്ച് ഒരുക്കി കൊടുക്കുന്നത്, അയാൾക്ക് വേണ്ടി ഈ കർമ്മം നിർവഹിക്കുന്നവരെയാണ് ഋത്വിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഋത്വിക്കുകളും യജമാനന്മാരും, യജമാനനും കൂടി ചെയ്യുന്ന വ്യാപാരമാണ് ഇവിടുത്തെ കർമ്മം. തതഃ സമുദ്ഭവോ യസ്യ യജ്ഞസ്യ അപൂർവസ്യ സ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. അപ്പം അങ്ങനെയുള്ള ആ കർമ്മത്തിൽ നിന്നാണ് ഈ യജ്ഞത്തിൻ്റെ, അപൂർവമായ യജ്ഞത്തിൻ്റെ സമുദ്ഭവം. അപ്പം യജ്ഞം എവിടുന്നാ ഉത്ഭവിക്കുന്നത്? യജ്ഞഃ കർമ്മ സമുദ്ഭവഃ.
കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നത്. യജ്ഞം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ല, ബോധപൂർവം അനുഷ്ഠിക്കപ്പെടുന്നതാണ് യജ്ഞം. അതിൽ വ്യക്തികൾ അവരുടെ കഴിവുകൾ പ്രയോഗിക്കുന്നു. യജമാനനും ഋത്വിക്കുകളും ചേർന്ന് ചെയ്യുന്ന വ്യാപാര കർമ്മത്തിന് ഇവിടെ യജ്ഞം എന്ന് പറയുന്നു. അപ്പോൾ യജ്ഞകർമ്മ സമുദ്ഭവ. തുടർന്ന് അടുത്ത ശ്ലോകത്തിന്റെ ഭാഷ്യം കൂടി നോക്കാം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇപ്പൊ കർമ്മ ബ്രഹ്മോദ്ഭവം, ഇവിടെ ബ്രഹ്മ വേദ സഹ ഉത്ഭവ കാരണം യസ്യ തത് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ജാനീഹി. ബ്രഹ്മ പുനഃ വേദാക്യം അക്ഷര സമുദ്ഭവം. അക്ഷരം ബ്രഹ്മ പരമാത്മാ സമുദ്ഭവോ യസ്യ തദക്ഷര സമുദ്ഭവം ബ്രഹ്മ വേദ ഇത്യർത്ഥഃ. യസ്മാത് സാക്ഷാത് പരമാത്മാക്യാത് അക്ഷരാത് പുരുഷ നിശ്വാസവത് സമുൽഭൂതം ബ്രഹ്മ തസ്മാത് സർവാർത്ഥ പ്രകാശകത്വാത് സർവഗതം. സർവഗതമപി സത് നിത്യം സദാ യജ്ഞവിധി പ്രധാനത്വാത് യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ കർമ്മ ബ്രഹ്മോദ്ഭവം, കർമ്മം ബ്രഹ്മത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടെ ബ്രഹ്മ വേദ എന്ന് പറഞ്ഞു. ബ്രഹ്മം എന്നാൽ വേദം. സഹ ഉത്ഭവ കാരണം യസ്യ തത് കർമ്മ ബ്രഹ്മോത്ഭവം. അപ്പോൾ വേദം കാരണമായിരിക്കുന്നത്, ഉത്ഭവമായിരിക്കുന്നത് ഏത് കർമ്മമാണോ ആ കർമ്മം ബ്രഹ്മോത്ഭവം കർമ്മ. ബ്രഹ്മമാകുന്ന വേദമാകുന്ന ഉത്ഭവസ്ഥാനത്തോടു കൂടിയ കർമ്മം. വിദ്ധി ജാനീഹി, അറിഞ്ഞാലും എന്നാണ് വിദ്ധി എന്നുള്ളതിന് അർത്ഥം. അപ്പൊ ഇവിടുത്തെ കർമ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള കർമ്മം, ബ്രഹ്മോത്ഭവം ആയിട്ടുള്ളത് ആണ് ഇവിടുത്തെ കർമ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയായ ശാസ്ത്രീയമായി അനുഷ്ഠിക്കപ്പെടുന്നത് സൽക്കർമ്മം എന്നർത്ഥം. ബ്രഹ്മ പുനഃ വേദാഖ്യം അക്ഷര സമുദ്ഭവം. അപ്പോൾ ഈ ബ്രഹ്മമാകട്ടെ, ഈ വേദം എന്ന് പറയുന്നതായിട്ടുള്ള ബ്രഹ്മമാകട്ടെ, അത് അക്ഷര സമുദ്ഭവം. അക്ഷരം ബ്രഹ്മ പരമാത്മാ സമുദ്ഭവോ യസ്യ തത് അക്ഷര സമുദ്ഭവം. എന്താണ് ഇവിടുത്തെ അക്ഷര സമുദ്ഭവം? അക്ഷരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, പരമാത്മാ. പരമാത്മാ സമുദ്ഭവോ യസ്യ, പരമാത്മാവ് ഏതൊന്നിന്റെ ഉത്ഭവമായിരിക്കുന്നുവോ തത് അക്ഷര സമുദ്ഭവം ബ്രഹ്മ, അത് അക്ഷര സമുദ്ഭവമായ ബ്രഹ്മം വേദ ഇത്യർത്ഥഃ. വേദം എന്ന് തന്നെയാണ് അർത്ഥം എന്ന് പറയണം. അക്ഷര സമുദ്ഭവമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അക്ഷരം എന്നാൽ പരമാത്മാവാണ്. പരമാത്മാവിൽ നിന്നുണ്ടായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. യസ്മാത് സാക്ഷാത് പരമാത്മാക്യാത് അക്ഷരാത് പുരുഷ നിശ്വാസവത് സമുൽഭൂതം ബ്രഹ്മ തസ്മാത് സർവാർത്ഥ പ്രകാശകത്വാത് സർവഗതം. യസ്മാത് സാക്ഷാത് പരമാത്മാക്യാത് അക്ഷരാത്, ഏതൊരു സാക്ഷാത് പരമാത്മാ എന്നുള്ള അഖ്യയോടുകൂടിയ അക്ഷരത്തിൽ നിന്ന്, ആ പരമാത്മാവിൽ നിന്ന്, നാശരഹിതമായ ആ വസ്തുവിൽ നിന്ന് എന്തുണ്ടായി? ഈ വേദമുണ്ടായി. എങ്ങനെ? പുരുഷ നിശ്വാസവത് സമുൽഭൂതം. പുരുഷ നിശ്വാസവത് എന്നാണ് മനുഷ്യൻ നിശ്വാസം ചെയ്യുന്നത് പോലെ, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ നിശ്വാസം പുറത്തേക്ക് പോകുന്ന വായുവാണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് നിശ്വാസം പുറത്തേക്ക് പോകുന്നത്, അതുപോലെ ആ പരമാത്മാവായ ഈശ്വരനിൽ നിന്ന് പുറത്തേക്ക് നിശ്വാസം പോലെ ഉണ്ടായതാണ് ഈ ബ്രഹ്മ, ഈ വേദം. അത് എല്ലാ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. തസ്മാത് സർവാർത്ഥ പ്രകാശകത്വാത് സർവഗതം. സർവ അർത്ഥ പ്രകാശകത്വാത്, ആ വേദം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രകാശിപ്പിക്കുന്നു. സർവാർത്ഥ പ്രകാശകമാണ്. നമുക്ക് പ്രയോജനമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സർവാർത്ഥ പ്രകാശകത്വാത് സർവഗതം. അതിനെ സർവഗതം എന്നും പറയുന്നു. സർവഗതം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും പ്രവേശിച്ചത്, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വേദങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് അതിനെ സർവഗതം എന്ന് പറയാം. എല്ലായിടത്തും വ്യാപിച്ചത്, സർവവ്യാപിയായത് ആണ് വേദം. സർവഗതം അഭി സത് നിത്യം സദാ യജ്ഞവിധി പ്രധാനത്വാത്. ഈ സർവഗതമായിട്ടുള്ള വേദം അത് നിത്യവുമാകുന്നു. കാരണം എല്ലായ്പ്പോഴും യജ്ഞവിധികളെ പ്രധാനത്വാത്, യജ്ഞവിധി പ്രധാനമായിട്ടുള്ളതാണ്, പ്രാധാന്യമുള്ളതായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് യജ്ഞത്തിലായതുകൊണ്ട് ആ യജ്ഞം വേദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് എപ്പോഴും നിത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ വേദവും നിലനിൽക്കുന്നു. നിത്യം സദാ യജ്ഞവിധി പ്രധാനത്വാത് യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പൊ വേദം നിത്യവും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ യജ്ഞമുണ്ടായത് കർമ്മത്തിൽ നിന്നാണ്, കർമ്മം വേദത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇപ്പൊ തിരിച്ചു പറയണു, എന്താ പറയുക, ഈ വേദം യജ്ഞത്തിലും സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ പരസ്പര ആശ്രയം പോലെ, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ എന്നൊക്കെ പറഞ്ഞതുപോലെ. ആചാരപ്രഭവോ ധർമ്മ എന്ന് പറയും നമ്മൾ. ആചാരത്തിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. ആചാരമില്ലെങ്കിൽ ധർമ്മം നിലനിൽക്കുകയില്ല. അതുപോലെ യജ്ഞമില്ലെങ്കിൽ വേദമില്ല, വേദമില്ലെങ്കിൽ യജ്ഞമില്ല. വേദത്തിൽ നിന്നാണ് യജ്ഞമുണ്ടായത്, ആ യജ്ഞത്തിൽ വേദവും നിലനിൽക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെ കർമ്മമുണ്ടെങ്കിലേ വേദം അറിയപ്പെടുള്ളൂ, വേദം കൊണ്ട് പ്രയോജനവും ഉള്ളൂ. അപ്പൊ വേദം നിലനിൽക്കുന്നത് യജ്ഞത്തിലും കൂടിയാണ് എന്ന് പറയുന്നത്. വേദം നിത്യം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. യജ്ഞത്തിലൂടെയാണ് വേദത്തിന്റെ നിലനിൽപ്പ്. ഒരു തിയറി അത് പ്രാക്ടിക്കലാകുമ്പോഴേ അതുകൊണ്ട് അർത്ഥമുള്ളൂ, അല്ലേ? ഒരു തിയറി മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനെ നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയണം. അപ്പോഴാണ് ആ തിയറി കൊണ്ട് പ്രയോജനം. ഇവിടെ വേദം കുറേ കാര്യങ്ങൾ നമുക്ക് ഉപദേശിച്ചിരിക്കുന്നു. അത് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് അത് എന്താ പറയുക, അർത്ഥമുള്ളതായിട്ടുള്ള, പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ വേദം യജ്ഞത്തിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. അത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. യജ്ഞം വേദത്തെ ആശ്രയിച്ചാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ് യജ്ഞമായിട്ട് മാറുന്നത്. അതേ വേദം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊരു ചക്രത്തിൽ വന്നു ചേർന്നു, ഒരു ചക്രമായി വീണ്ടും തുടങ്ങിയെടുത്തതിന്. ഏവം ഈശ്വരേണ വേദയജ്ഞപൂർവകം ജഗച്ചക്രം പ്രവർത്തിതം ന അനുവർത്തയതി ഇഹ ലോകേ യഹ കർമ്മണി അധികൃതഃ സന് അഗായുഃ അകം പാപം ആയുഃ ജീവനം യസ്യ സഹ അഗായുഃ പാപജീവനഃ ഇതി യാവത്. ഇന്ദ്രിയാരാമഃ ഇന്ദ്രിയൈഃ ആരാമഃ ആരമണം ആക്രീഡാ വിഷയേഷു യസ്യ സഹ ഇന്ദ്രിയാരാമഃ മോഗം വൃഥാ ഹേ പാർത്ഥ സജീവതി. തസ്മാത് അജ്ഞേന അധികൃതേന കർത്തവ്യം ഏവ കർമ്മ ഇതി പ്രകരണാർത്ഥഃ. അപ്പോൾ ഏവം ഈശ്വരേണ വേദയജ്ഞപൂർവകം ജഗച്ചക്രം പ്രവർത്തിതം. ഇപ്രകാരം, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഈശ്വരനാൽ പ്രവർത്തിപ്പിക്കപ്പെട്ടതാണ് ഈ വേദയജ്ഞപൂർവകമായിട്ടുള്ള ജഗൽ ചക്രം. ഈ ജഗത്താകുന്ന, പ്രപഞ്ചമാകുന്ന ചക്രം വേദവും യജ്ഞവും പരസ്പരം ആശ്രയിച്ച് ബന്ധപ്പെട്ട് ചക്രമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിൽ പ്രവർത്തിതം അങ്ങനെയുള്ള അതിനെ പ്രവർത്തിതമായിട്ടുള്ള ചക്രത്തെ ന അനുവർത്തയതി ഇഹ, ഇഹ എന്ന് പറഞ്ഞാൽ ലോകേ, അതിനെ അനുവർത്തിക്കാതിരിക്കുന്നത് ആരാണോ ഈ ലോകത്തിൽ, ആരയഹ ഏതൊരുവനാണോ, ആരാണവൻ, കർമ്മണി അധികൃതഃ സന്ന്, കർമ്മം ചെയ്യാൻ അധികാരിയായിരുന്നിട്ടും അജ്ഞാനിയായിരുന്നിട്ടും കർമ്മം ചെയ്യേണ്ടവനായിരുന്നിട്ടും
അപ്പൊ ജ്ഞാനിയല്ല, ജ്ഞാനികൾ ഈ ലിസ്റ്റിൽ പെടുന്നില്ല. അജ്ഞാനികൾ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്നവൻ. കർമ്മണി അധികൃതഃ സന്ന്, അങ്ങനെ കർമ്മത്തിൽ അധികാരിയായിരുന്നിട്ടും ആരാണോ അതിനെ അനുവർത്തിക്കാതിരിക്കുന്നത് അവൻ അഗായുഹു. അഗായുഹു അകം പാപം ആയുഹു ജീവനം യസ്യ. ഇവിടെ അകം എന്നാൽ പാപം, ആയുസ് എന്ന് പറഞ്ഞാൽ ജീവനം. ആയുസ്സുള്ളത് കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ജീവന കാരണമായത് ആയുസ്. അപ്പൊ പാപം തന്നെ ജീവന കാരണമായിരിക്കുന്നത് യസ്യ, ആർക്ക്? സഹ അഗായുഹു, അവനാണ് അഗായു. പാപജീവനഃ ഇതി യാവത്, അവനെ പാപജീവനൻ എന്നും വിളിക്കാം. പാപജീവനഃ, പാപം കൊണ്ട് ജീവിച്ചു പോകുന്നവൻ. എന്താണ് ഭക്ഷണം? പാപം. എന്താ നിങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്? പാപത്തിന്റെ ശക്തി. പാപമാണ് എന്നെ നിലനിർത്തുന്നത്. അതാണ് അവൻ പാപജീവനഃ. പാപമുള്ളത് വരെ അവൻ ജീവിച്ചിരിക്കും. ഇത് യാവത്. ഇന്ദ്രിയാരാമഃ, ആരാണ് ഇന്ദ്രിയാരാമൻ? ഇന്ദ്രിയൈഹി ആരാമഃ, ആരമണം ആക്രീഡ വിഷയേഷു യസ്യ സഹ ഇന്ദ്രിയാരാമഃ. അപ്പൊ ഇന്ദ്രിയങ്ങളാൽ ആരാമഃ എന്ന് പറഞ്ഞാൽ ആരമണം, ആക്രീഡ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. ആക്രീഡ എപ്പോഴും വിഷയങ്ങളിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുക. എന്നല്ല, വിഷയേഷു ആക്രീഡ, വിഷയങ്ങളിൽ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണോ യസ്യ. അപ്പൊ ആരാണോ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് സഹ ഇന്ദ്രിയാരാമഃ, അവൻ ഇന്ദ്രിയാരാമനാകുന്നു. അവൻ മോഘം, മോഘം വൃഥാ, വൃഥാവിലാണ് അവന്റെ ജീവിതം. ഹേ പാർത്ഥ സ ജീവതി, അവൻ ജീവിക്കുന്നു. അപ്പൊ വൃഥാ ജീവതി, ഒരു കല്ല് പോലെ, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാതെ ഒരു ജഡമായിട്ട് അവൻ ജീവിച്ചിരിക്കുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അതുകൊണ്ട് തസ്മാത് അജ്ഞേന അധികൃതേന കർത്തവ്യം ഏവ കർമ്മ ഇതി പ്രകരണാർത്ഥഃ. അപ്പൊ ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ എന്താണ് പറഞ്ഞ് ഉറപ്പിക്കുന്നത്, സ്ഥാപിക്കുന്നത് എന്നാണെങ്കിൽ, അജ്ഞേന അധികൃതേന, അജ്ഞനായിരിക്കുന്ന ഒരാൾ, കർമ്മത്തിന് അധികാരിയായിരിക്കുന്ന ഒരാൾ, അയാള് ജ്ഞാനത്തിന് സന്യാസത്തിന് അധികാരിയായിട്ടില്ല എങ്കിൽ, കർമ്മണ്യേവ അധികാരസ്ഥേ എന്നാണെങ്കിൽ, ആ അധികാരിയാണെങ്കിൽ, കർമ്മം ചെയ്യാനുള്ള വാസനയുള്ള ഒരാളാണെങ്കിൽ, അവനാൽ കർത്തവ്യമേവ കർമ്മ, അവൻ അവന്റെ കർമ്മത്തെ ചെയ്യേണ്ടത് തന്നെയാകുന്നു. കർമ്മത്തിൽ നിന്നവൻ ഒഴിഞ്ഞു മാറാനോ സന്യസിക്കാനോ പാടുള്ളതല്ല. ഇതി പ്രകരണാർത്ഥ, ഇതാണ് ഈ പ്രകരണത്തിന്റെ അർത്ഥം. ഇതുവരെ പറഞ്ഞതിന്റെ സാരം ഇതാണ്. ഈ 3 ശ്ലോകം മാത്രമല്ല, അതിന് മുമ്പ് പറഞ്ഞതിൻ്റെയും കൂടി ചേർത്ത്, മുമ്പ് പറഞ്ഞതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ശ്ലോകം കൂടി പറഞ്ഞത്. അപ്പോൾ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന, അല്ലെങ്കിൽ നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രകരണം, അവിടുന്ന് തുടങ്ങിയിട്ട് 8-ാം ശ്ലോകം മുതൽക്ക് ഒരേ ആശയം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഒന്നിച്ച് അവതരിപ്പിച്ചു. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സ ജീവതി എന്ന് 16-ാം ശ്ലോകം വരെ ഒരു പ്രകരണമായിരുന്നു. ആ പ്രകരണത്തിന്റെ താല്പര്യം, അർത്ഥം, അജ്ഞനായിരിക്കുന്ന ഒരാൾ, കർമ്മവാസനകൾ ശേഷിക്കുന്നതായിട്ടുള്ള ഒരാൾ, അവന് കർമ്മങ്ങൾ ഏത് കർമ്മങ്ങളാണോ അവൻ ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്നത്, അവൻ മുമ്പേ ഏറ്റെടുത്തു പോയിട്ടുള്ളത്, പൂർത്തീകരിച്ചിട്ടില്ലാത്തത്, പാതിയിൽ എത്തിയിരിക്കുന്നത്, ആ കർമ്മങ്ങളെല്ലാം അവൻ പാതിയിൽ വിട്ടേച്ച് പോകരുത്. അവൻ തുടങ്ങിയത് പൂർത്തീകരിച്ചിട്ട് വേണം. പുതിയത് വേണമെങ്കിൽ തുടങ്ങാതിരിക്കാം. അത് അവന്റെ വാസനാബലം പോലെ. അവന്റെ ഉള്ളിൽ വാസനാ ഇന്ധനം ഇല്ലെങ്കിൽ പുതിയ കർമ്മം തുടങ്ങാതിരിക്കാം. പക്ഷേ പഴയത് തുടങ്ങി വെച്ചതിനെ പൂർത്തീകരിക്കുക. ആ പൂർത്തീകരിക്കുമ്പോഴാണ് അവന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചിട്ടുള്ള ശാന്തി ഉണ്ടാവുക. ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല
ഇനി ഇതുപോലൊരു കർമ്മം ഞാൻ ഏറ്റെടുക്കാനും പോകുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു കാര്യവുമില്ല എന്നുള്ള ബോധം അവന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കർമ്മമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനായവൻ എന്നാണ് അധികാരി, അധികൃതേന എന്ന് പറയുമ്പോൾ. കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനായ, ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ഒരാള് അവൻ്റെ ഡ്യൂട്ടിയെ, കർത്തവ്യത്തെ ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് ഇവിടെ പ്രകരണാർത്ഥ ഉറപ്പിച്ച് പറയുകയാണ് ഭഗവാൻ എന്നർത്ഥം. വളരെ എന്താ പറയുക, ന്യായമായി ഭഗവാൻ അവതരിപ്പിച്ചു, യുക്തിസഹമായി അവതരിപ്പിച്ചു ഈ ആശയം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സജീവതി. അപ്പോ അർജുന, നീയും തുടങ്ങിവെച്ച കർമ്മം വിട്ടേച്ച് പോകാറായിട്ടില്ല. നീ എല്ലാവരെയും യുദ്ധസന്നദ്ധരാക്കിക്കൊണ്ട്, എല്ലാവരെയും പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഈ കുരുക്ഷേത്രത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നീയും ഒരുമ്പെട്ട് വന്നതാണ്. നിന്റെ ഉള്ളിലും അതിനെ സംബന്ധിച്ചതായിട്ടുള്ള പ്രബലമായിട്ടുള്ള വാസനകളുണ്ട്. ഈ വാസനയെ നീ ക്ഷയിപ്പിക്കാതെ, നീ തുടങ്ങിവെച്ച ഈ പ്രാരബ്ധകർമ്മം നീ പൂർത്തീകരിക്കാതെ നീ ഇവിടുന്ന് പോകാൻ നിനക്ക് അർഹതയില്ല. നീ എവിടെ പോയാലും ഗതി പിടിക്കില്ല. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എവിടെ പോയാലും നിനക്ക് ഗതി പിടിക്കാൻ പറ്റില്ല, നിനക്ക് ശ്രേയസ് ഉണ്ടാവില്ല. ഈ ലോകത്തും നിനക്ക് സുഖം ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് ഭാവി ജീവിതവും നരകം ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നീ തുടങ്ങിവെച്ച കർമ്മം അത് പൂർത്തീകരിക്കൂ. ഇപ്പൊ യുദ്ധത്തിനായിക്കൊണ്ട് നീ വില്ല് കുലച്ചുകൊണ്ട്, ഏന്തിക്കൊണ്ട്, ശങ്കെല്ലാം മുഴക്കിക്കൊണ്ട്, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നീ യുദ്ധത്തിന് ഉദ്യമിച്ച ആളാണ്. അതിൽ നിന്ന് പിന്തിരിയാൻ നിനക്കിപ്പോ അർഹത ഇല്ല. തീരുമാനം ആയിക്കോളൂ. നീ എന്താ ചെയ്യേണ്ടത് എന്ന് നീ ചോദിച്ചൂലോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങ് കർമ്മത്തേക്കാൾ ജ്ഞാനത്തിന് മാഹാത്മ്യം വർണ്ണിക്കുന്നു, എന്നിട്ട് എന്നെ ഘോരമായ കർമ്മത്തിൽ നിയോഗിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കാകെപ്പോ ഉള്ളിൽ കൺഫ്യൂഷനാണ്. എൻ്റെ ബുദ്ധി മൂഢമായിരിക്കുന്നു, നിശ്ചയിക്കാനാവുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ നിശ്ചയിച്ച് എങ്ങനെയായാൽ എനിക്ക് ശ്രേയസ്സുണ്ടാകും എന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരമായി. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം എന്ന അർജുനന്റെ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമായി അർജുന, അജ്ഞാനിയായിട്ടുള്ള കർമ്മത്തിന് അധികാരിയായിട്ടുള്ള ഒരാൾ ജ്ഞാനത്തിന് അധികാരി ആകുന്നത് വരേക്കും അയാൾക്ക് ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങളെ ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ ജ്ഞാനത്തിന് അധികാരി ആയാലേ അവൻ എല്ലാ കർമ്മങ്ങളും അവനിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവൻ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, കർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. സ്വയം കർമ്മങ്ങൾ അവനിൽ നിന്ന് വിരമിക്കുന്നു, അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. ഒരു പൂവ് രാവിലെ എഴുന്നേറ്റ് രാവിലെ സൂര്യോദയത്തിൽ വികസിച്ചു വരുന്നു.
വൈകുന്നേരം ആകുമ്പോൾ വാടുന്നു. അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണോ അത് പൂത്തത്, അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശ്യം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞ് വീഴുന്നു. അപ്പോഴേക്കും ആ പൂവിൽ നിന്ന് വേണ്ടതായിട്ടുള്ള കായ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ആ പൂവിൽ നിന്ന് ഉണ്ടാവേണ്ട കായ ഉണ്ടാവണമെങ്കിൽ അതായിട്ടുണ്ടാവും. എന്നിട്ട് പൂ കൊഴിഞ്ഞു പോകും. അത് അതിൻ്റേതായിട്ടുള്ള ക്രമത്തിൽ നടക്കണം. അതിൽ അക്രമം പാടില്ല, അതിക്രമം പാടില്ല. ക്ഷമയോടുകൂടി മെച്ചുവറാവാൻ കാത്തിരിക്കണം. എന്നിട്ട് ആ പൂ കൊഴിഞ്ഞു വീഴും, അതിൽ കായ ഉണ്ടാകും. അപ്പൊ അതുപോലെ ഇവിടെ ജ്ഞാനത്തിന്, സന്യാസത്തിന് അർഹത ആകുമ്പോൾ നിന്റെ കർമ്മങ്ങളെല്ലാം നീ മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, ആരും പറയേണ്ട കാര്യമില്ല, നിന്നിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകും. അതുവരയ്ക്ക് നിന്റെ വാസനാബലം നിന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇരിക്കും. ആ ശ്ലോകം പറഞ്ഞുവല്ലോ, എന്താണ്? നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി. ഓരോരുത്തരുടെയും പ്രകൃതിജന്യമായ ഗുണം അവനെ അവശനാക്കിക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. പ്രകൃതി, സത്വം, രജസ്, തമസ് എന്നുള്ളതായിട്ടുള്ള 3 ഗുണങ്ങൾ അവൻ്റെ ഉള്ളിൽ എത്രത്തോളം പ്രബലമായിരിക്കുന്നുവോ അത്രത്തോളം അതാത് കർമ്മങ്ങളിലേക്ക് അവനെ അത് വലിച്ചഴയ്ക്കും. തമോ ഗുണമുള്ളവനെ താമസ പ്രവൃത്തികളിലേക്കും, രജോ ഗുണമുള്ളവനെ രജോ ഗുണ പ്രവൃത്തികളിലേക്കും, രാജസ പ്രവൃത്തികളിലേക്കും, സത്വഗുണമുള്ളവനെ സാത്വിക പ്രവൃത്തികളിലേക്കും വലിച്ചഴച്ചുകൊണ്ടിരിക്കും. ഈ 3 ഗുണങ്ങളും കുറഞ്ഞ് ഇല്ലാതാവുമ്പോൾ മാത്രമേ, ഗുണാതീതനാവുമ്പോൾ മാത്രമേ അവനിൽ നിന്ന് സർവകർമ്മങ്ങളും കൊഴിഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് നീ വെറുതെ ബലം പിടിച്ചിരിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ബലം പിടിച്ചിരിക്കുന്നവനെ മിഥ്യാചാരൻ എന്ന് വിളിച്ചു ഭഗവാൻ. ഹിപ്പോക്രാറ്റ്, മൂഢൻ അല്ലേ? കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ. കർമ്മേന്ദ്രിയങ്ങളെ ബലം പിടിച്ചിട്ട്, ജ്ഞാനേന്ദ്രിയങ്ങളെ അടയ്ക്കാതെ, മനസ്സിനെ അടക്കാതെ, മനസ്സുകൊണ്ട് വിഷയങ്ങളെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ വിമൂഢാത്മാ മിഥ്യാചാര. അവൻ ദിവാസ്വപ്നം കാണുന്നു, നടക്കാത്ത കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവൻ ജീർണിച്ചു പോകും, നശിച്ചു പോകും. അതുകൊണ്ട് ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, മനസ്സുകൊണ്ട് നിയന്ത്രിച്ച്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കർമ്മയോഗം അത് അനുഷ്ഠിക്കുക. അതിൽ ആസക്തിയില്ലാതെ. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ്സ വിശിഷ്യത്തെ. അതുകൊണ്ട് നിന്റെ നിയതമായ കർമ്മത്തെ നീ ചെയ്യൂ. ആ കർമ്മം യജ്ഞാർത്ഥമായി ഈശ്വരാർപ്പണമാക്കി ചെയ്യൂ. അത് നിന്നെ മോക്ഷത്തിലേക്ക്, അഥവാ ചിത്തശുദ്ധിയിലേക്കും ജ്ഞാനപ്രാപ്തിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കും. എന്താണ് യജ്ഞം എന്നുള്ളതിനെ തുടർന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ വിസ്തരിച്ചു തന്നെ ഭഗവാൻ അർജുനന്റെ സംശയത്തിന്, ചോദ്യത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇനി വേറൊരു കൂട്ടരെ കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. ജ്ഞാനിയെ കുറിച്ചാണ്. അടുത്ത 17ാമത്തെ ശ്ലോകം ഒരു ജ്ഞാനിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അജ്ഞാനിക്കുള്ളതല്ല. അവിടെ എത്തുമ്പോൾ അവന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഭാഷ്യകാരൻ ഒരു വലിയൊരു ഖണ്ഡമാണ് ഭാഷ്യമായിട്ട് അതിന് പൂർവമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രാഗ് ആത്മജ്ഞാനനിഷ്ഠ യോഗ്യത പ്രാപ്തേഹേ താദർത്ഥ്യേന കർമ്മയോഗ അനുഷ്ഠാനം അധികൃതേന അനാത്മജ്ഞേന കർത്തവ്യം ഏവ ഇതി ഏതത് ന കർമ്മണാമനാരംഭാത് ഇത്യത ആരഭ്യ ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ ഇത്യേവം അന്തേന പ്രതിപാദ്യ
യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ഇത്യാദിന മോകം പാർത്ഥസ ജീവതി ഇത്യേവം അന്തേന അപി ഗ്രന്ഥേന പ്രാസംഗികം അധികൃതസ്യ അനാത്മവിദഃ കർമാനുഷ്ഠാനേ ബഹുകാരണം ഉക്തം തദകരണേ ച ദോഷസങ്കീർത്തനം കൃതം. ഏവം സ്ഥിതേ കിം ഏവം പ്രവർത്തിതം ചക്രം സർവേണ അനുവർത്തനീയം ആഹോസ്വിത് പൂർവോക്ത കർമ്മയോഗ അനുഷ്ഠാനോപായ പ്രാപ്യാം അനാത്മവിദ ജ്ഞാനയോഗേന ഏവ നിഷ്ഠാം ആത്മവിദ്ഭിഃ സാംഖ്യൈഃ അനുഷ്ഠേയാം അപ്രാപ്തേന ഏവ ഇത്യേവമർത്ഥം അർജുനസ്യ പ്രശ്നം ആശങ്ക്യ സ്വയമേവ ശാസ്ത്രാർത്ഥസ്യ വിവേക പ്രതിപത്യർത്ഥം ഏതം വൈ തമാത്മാനം വിദിത്വാ നിവൃത്തമിത്യാജ്ഞാനാഃ സന്തോ ബ്രാഹ്മണാഃ മിഥ്യാജ്ഞാനവദ്ഭിഃ അവശ്യം കർത്തവ്യേഭ്യഃ പുത്രൈഷണാദിഭ്യോ വ്യുത്തായ അത ഭിക്ഷാചര്യം ശരീരസ്ഥിതിമാത്ര പ്രയുക്തം ചരന്തി ന തേഷാം ആത്മജ്ഞാനനിഷ്ഠാ വ്യതിരേകേണ അന്യത് കാര്യമസ്തി ഇത്യേവം ശ്രുത്യർത്ഥം ഇഹ ഗീതാശാസ്ത്രേ പ്രതിപിപാദയിഷിതം ആവിഷ്കുറുവൻ ആഹ ഭഗവാൻ. ഇത്രയും പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആചാര്യ ഭഗവത്പാദര്. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അപ്പൊ ഇവിടെ യസ്തു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. ആരാകട്ടെ, ആരാണോ. അപ്പൊ അവിടെ ഒരു വിപക്ഷമായിട്ടാണ് മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ആശയത്തെ അവതരിപ്പിക്കണം. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് പ്രകൃതത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു ആശയം അവതരിപ്പിക്കണം. അതാണ് യസ്തു, എന്നാൽ യാതൊരാളാകട്ടെ. ആത്മരതിഹി ഏവ സ്യാദ്. ആത്മരതിഹി സ്വയം തന്നിൽ തന്നെ രതിയുള്ളവനായിട്ട് രമിക്കുന്നവനായിട്ടിരിക്കുന്നത്. ആത്മതൃപ്തശ്ച മാനവഃ, തന്നിൽ തന്നെ തൃപ്തനായിരിക്കുന്നത് ആ മാനവൻ. യഹ മാനവഃ ആത്മരതിരേവ. നല്ല ഇടിയോടുകൂടിയ മഴ വന്നപ്പോഴാണ് കറണ്ട് പോയത്. നല്ല മഴയുണ്ട് പുറത്ത്, ഇടിയോട് കൂടിയിട്ട്. ഇവിടെ അടുത്ത് പൊട്ടിയ പോലെ ഉണ്ടായിരുന്നു. 2-3 ദിവസമായി ഇങ്ങനെ മൂടി മൂടി നിൽക്കണു. ഇന്നാണ് പെയ്തത്. അപ്പോ യഹ മാനവഃ ആത്മരതിഹി ഏവ ആത്മതൃപ്തശ്ച സ്യാദ്. ആരാണോ ആത്മരതിഹി, തന്നിൽ തന്നെ തൃപ്തനായി രമിക്കുന്നവനായിരിക്കുന്നത്. ആത്മന്യേവ ച സന്തുഷ്ടഃ, തന്നിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നത്. വേറൊരു വിഷയത്തെയും ബാഹ്യ വിഷയങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നത്. ലോകത്തിൽ ഒരു വിഷയത്തോടും അവന് ഒരു കൊതിയുമില്ല, ഒരു ആശ്രയവുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് തസ്യ കാര്യം ന വിദ്യതേ. തസ്യ അവന്, അങ്ങനെയുള്ള ഒരാൾക്ക് കാര്യം, കാര്യം എന്ന് പറഞ്ഞാൽ കർത്തവ്യം, ന വിദ്യതേ. ന വിദ്യതേ, കാണാനില്ല, ഇല്ല തന്നെ എന്നർത്ഥം. അപ്പൊ ആരാണോ ആത്മരതിയും ആത്മതൃപ്തനും ആത്മന്യേവ സന്തുഷ്ടനുമായിരിക്കുന്നത്, അവന് യാതൊരു കർത്തവ്യവും ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ആർക്കാണ് കർത്തവ്യമില്ലാത്തത്? ഓക്കെ, അപ്പൊ നമുക്കിപ്പോ നിർത്താം, നാളെ തുടരാം. ഓം. മൊബൈൽ ഓഫ് ചെയ്യാം അല്ലേ, കാരണവന്മാർ പറയുമ്പോ കേൾക്കാം. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. നാളെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും. ഹരി ഓം.